വ്യാപരിച്ചല്ലോ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 119 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ആദ്യം വായിച്ച് കേൾക്കാം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദാവീദ് ആരാണ് ഭാഗ്യവാൻ എന്ന് വർണ്ണിക്കുകയാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം കേൾക്കുകയും പ്രമാണിക്കുകയും ജീവിതത്തെ ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് ദാവീദ് രാജാവ് ഇവിടെ പറയുകയാണ്. 119 സങ്കീർത്തനം മുഴുവൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനം ബൈബിളിലെ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും സുദീർഘമായ സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനത്തിൽ നാം കാണുന്ന പ്രത്യേകത 119 സങ്കീർത്തനത്തിൻ്റെ ഓരോ ഭാഗത്തിലും, ഓരോ സങ്കീർത്തനത്തിലുമല്ല, ഓരോ ഭാഗത്തും 8 വാക്യങ്ങൾ വീതം കാണാൻ സാധിക്കും. നമ്മൾ കാണുന്നത് അതിൻ്റെ 176 വാക്യം അവസാനിക്കുമ്പോഴും ദാവീദ് പറയുകയാണ്, നിൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല. ദൈവമേ, നിൻ്റെ വചനം ഞാൻ മറക്കുന്നില്ല. നിൻ്റെ വചനം എൻ്റെ ഓർമ്മയിൽ എപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്നു. നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. വചനം, ദൈവമേ, നിൻ്റെ വചനം ഞാൻ മറക്കുന്നില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? സ്ക്രിപ്ചറൽ ഹാർട്ട്. 40 സങ്കീർത്തനത്തിൽ ഒരു നിറഞ്ഞ ഹൃദയത്തിൻ്റെ
ആരാധനാക്രമം എങ്ങനെയെന്ന് നാം കാണുകയാണ്. ഒന്ന്, ദ സ്ക്രിപ്ചറൽ ഹാർട്ട്. രണ്ട്, ദ സ്പീക്കിംഗ് ഹാർട്ട്. മൂന്ന്, ദ സഫറിംഗ് ഹാർട്ട്. നാല്, ദ സർപ്രൈസിംഗ് ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. സ്ക്രിപ്ചറൽ ഹാർട്ട്, അത് ചിന്തിച്ച് വരികയാണ്. എന്താണ് സ്ക്രിപ്ചറൽ ഹാർട്ട്? ദൈവമേ, നിൻ്റെ ന്യായപ്രമാണം എനിക്ക് പ്രിയമാണ്, നിൻ്റെ ന്യായപ്രമാണം എനിക്ക് മധുരമാണ്, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഹൃദയത്തിൽ അത് നിരന്തരം വസിക്കുന്നു, നിൻ്റെ വചനം എന്നെ നയിക്കുന്നു, നിൻ്റെ വചനം എന്നെ നടത്തുന്നു. 32-ാം സങ്കീർത്തനത്തിലാണ് ദാവീദ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. എന്തൊരു ഭാഗ്യം പ്രിയപ്പെട്ടവരെ! നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിശയിക്കും. എങ്ങനെ? പരീക്ഷാ ഹാളിൽ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ചോദ്യക്കടലാസ് കണ്ടപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. ഒരുപാട് പഠിച്ചിട്ടാണ് പോയത്, ഒന്നും ഓർമ്മയിൽ വരുന്നില്ല. കാര്യമായിട്ട് പഠിച്ചു, അധ്വാനിച്ചു, തലേന്ന് രാത്രി ഒരുപടി ഉറക്കളയ്ക്കുകയും ചെയ്തു. കുറേ ദിവസങ്ങളായി ഉറക്കളപ്പുണ്ട്, നല്ലപോലെ പഠിച്ചു. പക്ഷേ ചോദ്യക്കടലാസ് കയ്യിൽ കിട്ടിയപ്പോഴേക്കും ഒന്നും ഓർമ്മയിലേക്കും വരുന്നില്ല, കണ്ണിൽ ഇരുട്ട് കയറുന്നു. നിങ്ങൾ ശാന്തമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ ധ്യാനിക്കുന്നു. നിങ്ങൾ ഇപ്രകാരം വാക്യം ഓർക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. വീണ്ടും നിങ്ങൾ ധ്യാനിക്കുന്നു 34-ാം സങ്കീർത്തനം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിങ്ങൾ ഓർക്കുന്നു, കണ്ണിലെ ഇരുട്ട് മാറുന്നു, ബോധം തെളിയുന്നു, ബുദ്ധി പ്രകാശിക്കുന്നു, ഓർമ്മ നല്ല ഷാർപ്പൻ്റായിത്തീരുന്നു, ഓർമ്മ നല്ല മൂർച്ചയുള്ളതായിത്തീരുന്നു. നല്ല ബുദ്ധി, നല്ല ഓർമ്മ, നല്ല ശക്തി. നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ കഴിവിനപ്പുറമായി, നിങ്ങളുടെ അർഹതയ്ക്കും അതീതമായി നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതാൻ തുടങ്ങുന്നു. ആൻസർ പേപ്പർ എഴുതി കഴിഞ്ഞ് അവിടെ ഡെസ്കിന്മേൽ വെച്ച് കഴിയുമ്പോൾ നിങ്ങളൊരു നെടുവീർപ്പിടുന്നു, കർത്താവേ, സത്യം എൻ്റെ യേശു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സത്യം പിതാവേ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. ഈ അഗതിയെ കടാക്ഷിച്ച് ദൈവം ജീവിക്കുന്നു. ഈ പാവപ്പെട്ടവനെ ഒന്ന് നോക്കാൻ തിരുമനസ്സായ ദൈവം ജീവിക്കുന്നു. സത്യമാണ് കർത്താവേ, ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവിതാണ്. അർഹതയില്ലാത്ത എനിക്ക് ഓർമ്മ നീ തന്നു, യോഗ്യതയില്ലാത്ത എനിക്ക് നീ ബുദ്ധി നീ തന്നു. കർത്താവേ, ഞാൻ നിരൂപിക്കാത്തതുപോലെ ഈ ആൻസർ പേപ്പറിൽ എഴുതി വയ്ക്കാൻ എനിക്ക് നിൻ്റെ കൃപ നീ തന്നു. സ്വർഗത്തിൻ്റെ ബുദ്ധി എൻ്റെ തലച്ചോറിൽ നീ വരച്ചു വെച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം. ദാവീദിൻ്റെ 119-ാം സങ്കീർത്തനത്തിൽ തന്നെ നാം വീണ്ടും വായിക്കുന്നു, നിൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. 119:4. നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിൻ്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിൻ്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. എന്ത് കരുത്തുറ്റ തീരുമാനങ്ങൾ! വചനത്തിലുള്ളതായ എന്ത് അവഗാഹം! വചനത്തിലുള്ളതായ എന്ത് ദൃഢമായ ബോധ്യം! വചനത്തിലുള്ളതായ എത്ര അത്യുദാത്തമായ ആശ്രയബോധം! പ്രിയപ്പെട്ടവരെ, ദൈവവചനം, ഈ വചനം നമ്മെ നയിക്കണം. മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന വിശ്വവിശ്രുതനായ ശാസ്ത്രജ്ഞൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ ചോദിച്ചു, ഞങ്ങളോട് എന്തെങ്കിലും ഒരു സന്ദേശം പറയാനുണ്ടോ, ഞങ്ങളോട് എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടോ? മൈക്കിൾ ഫാരഡേ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് ആലോചിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊട്ടും ചിന്തിക്കേണ്ട. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുപിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുപിരിക്കുന്നു. തിരുവചനം, തീമോത്തിയോസിൻ്റെ ലേഖനത്തിലുള്ള വചനം, അത് കാണാതെ പിടിച്ചു വെച്ചിരുന്ന വചനം മൈക്കിൾ ഫാരഡേ അപ്പോൾ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മൈക്കിൾ ഫാരഡേയെക്കുറിച്ച് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ചുരുക്കമാണ്. എത്ര വിശ്വവിശ്രുതനായ ശാസ്ത്രജ്ഞനായിരുന്നു! അദ്ദേഹത്തിന് വചനത്തിലുള്ളതായ താല്പര്യവും വചനത്തിലുള്ളതായ സന്തോഷവും വചനത്തിലുള്ളതായ ആ പരിജ്ഞാനവും അത്യഗാധമായിരുന്നു, അത്യുന്നതമായിരുന്നു. ദാവീദ് തുടർന്ന് പിന്നെയും പറയുന്നു, 9-ാം വാക്യം 119:9, ബാലൻ
തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തൻ്റെ വചനപ്രകാരം ജീവിതത്തെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. വചനപ്രകാരം ജീവിതത്തെ സൂക്ഷിക്കുക. ചെറുപ്രായത്തിൽ തന്നെ വചനം ഉൾക്കൊള്ളാൻ തുടങ്ങുക. തീരെ ബാല്യപ്രായത്തിൽ തന്നെ വചനം വായിക്കുക, വചനം ധ്യാനിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ ബൈബിൾ വായിക്കാൻ എൻ്റെ അമ്മ എന്നെ തീരെ ബാല്യത്തിലേ നിർബന്ധിച്ചിരുന്നു. അമ്മ വായിക്കും, എൻ്റെ പെങ്ങൾ വായിക്കും, ഞാനും വായിക്കും. ആദ്യമൊന്നും എനിക്ക് വായിക്കുന്നത് അത്ര രസമായിരുന്നില്ല. കാരണം ഇഷ്ടക്കുറവൊന്നുമല്ല, എന്നാലും മൊണോട്ടണസ്, ഒരു വിരസത, അതിലൊരു വലിയൊരു സന്തോഷം തോന്നിയിരുന്നില്ല. ഒരധ്യായമെങ്കിലും വായിക്കണം നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അനുസരിക്കും. ഏറ്റവും ചെറിയ അധ്യായം നോക്കി വായിച്ചിട്ട് കിടക്കും. അങ്ങനെയുള്ള ഒരു പഴയകാലം ഉണ്ടായിരുന്നു, തീരെ ബാല്യകാലം. 17-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം വചനം എൻ്റെ ജീവനായി മാറി. ഈ എഫേസ്യ ലേഖനത്തിൻ്റെ 4, 5, 6 അധ്യായങ്ങൾ, കൊലോസി ലേഖനത്തിൻ്റെ 3-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം മുഴുവൻ, പ്രിയപ്പെട്ടവരെ തെസലോനിക്ക ലേഖനത്തിൻ്റെ 5-ാം അധ്യായം, 1 തെസലോനിക്ക 5-ാം അധ്യായം, പത്രോസിൻ്റെ ലേഖനത്തിൽ 2, 3, 4 അധ്യായങ്ങൾ, ഇവയെല്ലാം ഞാൻ എന്ത് അതിമധുരമായി വായിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. റോമർ ലേഖനം 12 മുതൽ എനിക്ക് മനസ്സിലാകൂ. അതിൻ്റെ ആദ്യ ഭാഗമൊന്നും മനസ്സിലായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. റോമർക്കെഴുതിയ ലേഖനം വായിച്ചു പോകും. പക്ഷേ മാനസാന്തരപ്പെട്ട കാലത്ത് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം വരെ വിരസതയോടെ വായിക്കും, മനസ്സിലാവില്ല. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ മുതൽ ആവേശമാണ്, ലളിതമാണ്, മനസ്സിലാകും, പ്രായോഗികമാണ്. പ്രിയപ്പെട്ടവരെ, വചനമെന്ത് ആനന്ദമായിരുന്നു. വചനം വായിച്ച് എത്ര നേരം ഇരുന്നിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. എൻ്റെ ജീവിതം, ഞാൻ ഇന്ന് ആയിരിക്കുന്നതായ സമാധാനത്തിലേക്ക് എത്തിയത് ഈ വചനത്താലാണ്. ഈ വചനം, എന്നെ ജീവിപ്പിച്ച വചനം, മാറ്റമില്ലാത്ത വചനം. എന്താണ് പിന്നെ നാം വായിക്കുന്നത്? 119-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പിന്നെയും വായിക്കും: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം വരില്ല വചനം ഉള്ളിലുണ്ടെങ്കിൽ. അഴുക്ക് ചിന്തകൾ വരില്ല, മലിനമായ മനോരാജ്യങ്ങൾ വരികയില്ല, മ്ലേച്ഛമായ മോഹങ്ങൾ വരികയില്ല. വചനം ഉള്ളിൽ തിങ്ങിയിരിക്കണം. വചനമായ ക്രിസ്തു. അരുതാത്തൊരു കാര്യം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓർക്കും, യേശുവിൻ്റെ വീണ്ടും വരവ്. വചനം പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. യേശുവിൻ്റെ 2-ാമത്തെ വരവ് വചനം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ തരും. ഇപ്പോൾ ഞാൻ ഈ പാപചിന്തയിലേക്ക് പോയാൽ യേശു ഇപ്പോഴാണ് വരുന്നതെങ്കിൽ ഞാൻ ഉപേക്ഷിക്കപ്പെടുമല്ലോ. 2 പേർ കിടക്കയിലായിരിക്കും, ഒരുത്തനെ സ്വീകരിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ സ്വീകരിക്കും, മറ്റുള്ള ഉപേക്ഷിക്കും. 2 പേർ വയലിൽ വേല ചെയ്തുകൊണ്ടിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റവനെ ഉപേക്ഷിക്കും. അയ്യോ, ഈ അഴുക്ക് ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റർടൈൻ ചെയ്താൽ, ഈ അഴുക്ക് ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഊട്ടി പുലർത്തിയാൽ, എൻ്റെ ദൈവമേ, ഇപ്പോഴാണ് ഇതിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ ഞാൻ ഉപേക്ഷിക്കപ്പെടുമല്ലോ. ഞാൻ പ്രസംഗിച്ചവനാണ്, ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തവനാണ്, ഞാൻ ജനങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തവനാണ് എന്ന് പറഞ്ഞാലും എൻ്റെ ഹൃദയത്തിൽ പാപം വന്നാൽ ഞാൻ ഉപേക്ഷിക്കപ്പെടുമല്ലോ. എൻ്റെ ദൈവമേ, നീതിമാനായ ദൈവം, കാരുണ്യവാനായ ദൈവം, കരുണയുള്ള കർത്താവിന് എന്നെ രക്ഷിക്കാൻ കഴിയാതെ എൻ്റെ പാപം എന്നിൽ ആഴത്തിൽ വേരൂന്നി എന്നെ പൈശാചിക പക്ഷത്തേക്ക് വലിച്ചുകൊണ്ട് പോകുമല്ലോ. എൻ്റെ ദൈവമേ, പാപം എനിക്ക് വരരുത്. ആ ചിന്ത വരുന്നത് എപ്പോഴാണ്? വചനമുള്ളത്തിൽ ജീവിക്കുമ്പോൾ. അതാണ് പറഞ്ഞത് 119-ാം സങ്കീർത്തനം 11-ാം വാക്യം: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിൻ്റെ വായുടെ വിധികളൊക്കെയും വർണ്ണിക്കുന്നു. അധരങ്ങൾ കൊണ്ട് വർണ്ണിക്കുകയാണ് വായുടെ വിധികൾ. ദൈവവചനം വർണ്ണിക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ചലഞ്ച് വയ്ക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എൻ്റെ കർത്താവേ വചനം വായിക്കണം. പോരാ കർത്താവേ, വചനം പഠിക്കണം. അതും പോരാ കർത്താവേ, വചനം പ്രസംഗിക്കണം. ദൈവത്തിന് സ്തോത്രം. വചനം പ്രഘോഷിക്കണം. മതഭേദം കൂടാതെ, ജാതിഭേദം കൂടാതെ, സമുദായഭേദം കൂടാതെ, സഭാവ്യത്യാസം കൂടാതെ ഈ ജീവൻ്റെ വചനം, എപ്പേർപ്പെട്ടവരെയും സ്നേഹിക്കുന്ന ജീവനുള്ള ക്രിസ്തുവിൻ്റെ അത്ഭുത വചനം എനിക്ക് പ്രസംഗിക്കണം, എനിക്ക് പ്രഘോഷിക്കണം, എനിക്ക് വാഴ്ത്തണം, എനിക്ക് വർണ്ണിക്കണം. എനിക്ക് ആമഗ്നം ആനന്ദിച്ചുകൊണ്ട് യേശുവിൻ്റെ തിരുവചനത്തെ എനിക്ക് പ്രഘോഷിക്കണം. ദൈവത്തിന് സ്തോത്രം.
യുവാക്കളെ, നിങ്ങൾക്ക് ചലനമുണ്ടാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ വചനത്തിൽ പ്രമോദം വരുന്നുണ്ടോ? വചനം നിങ്ങൾക്ക് ലഹരിയാകുന്നുണ്ടോ? വചനം നിങ്ങളെ മതിപ്പിക്കുന്നുണ്ടോ? വചനം നിങ്ങളെ ലഹരി പിടിപ്പിക്കുന്നുണ്ടോ? വചനം നിങ്ങളെ ലഹരി പിടിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വചനത്തിൻ്റെ ലഹരി, ദൈവത്തിന് സ്തോത്രം. മദ്യത്തിൻ്റെ ലഹരിയിൽ, കഞ്ചാവിൻ്റെ ലഹരിയിൽ, മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ തളർന്ന് ആരോഗ്യവും നഷ്ടപ്പെട്ട് ബുദ്ധിയും മങ്ങി കഴിവും പോയി എല്ലാ കഴിവും അസ്തമിച്ച് അങ്ങനെ തളർന്നു പോയ ജീവിതങ്ങൾ വചനത്തിൻ്റെ ലഹരിയിലേക്ക് വന്നാലുണ്ടല്ലോ, പുതുശക്തി പ്രാപിക്കും, പുതിയ ബലം പ്രാപിക്കും, പുതിയ കൃപ പ്രാപിക്കും, പുതിയ ശക്തി പ്രാപിക്കും, പുതിയ അനുഗ്രഹം പ്രാപിക്കും, നവോന്മേഷം ജീവിതത്തിൽ ആർജിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട്. വചനം, ജീവൻ്റെ വചനം, ദൈവത്തിന് സ്തോത്രം. വീണ്ടും 14 വാക്യം. ഞാൻ സർവ്വസമ്പത്തിൽ എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. എന്തായിരിക്കും ദാവീദ് ഇങ്ങനെ കൂടെ ഇങ്ങനെ പറയുന്നത്? ഞാൻ നിൻ്റെ വചനത്തെ മറക്കില്ല, ഞാൻ നിൻ്റെ വചനത്തെ മറക്കുകയില്ല. മറക്കുകയില്ലെന്നാണ് പറയുന്നത്. എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കുമെന്ന്. വചനം മറക്കാനുള്ള പ്രേരണ വരും, വചനം മറക്കാനുള്ള പ്രലോഭനം വരും, വചനത്തെ കോട്ടിമാട്ടുന്ന ഉപദേശ പെശകുകൾ വരും, വചനത്തെ വളച്ചൊടിച്ച് നിങ്ങളെ വഴിതെറ്റിക്കുന്നതായ ദുരുപദേശങ്ങൾ വരും. ദൈവത്തിൻ്റെ വചനം പറയുന്നവരിൽ കൂടി പോലും പിശാച് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നവരിൽ കൂടി പോലും പിശാച് പ്രവർത്തിക്കും. വചനത്തെ വളച്ചൊടിക്കുകയും വചനത്തിൻ്റെ പല ഭാഗങ്ങൾ വേറെ രീതിയിൽ പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്ത് മനുഷ്യഹൃദയങ്ങളെ പാപത്തിലേക്ക് പയ്യെ പയ്യെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ദുഷ്പ്രവണതകൾ വളർന്നു വരാൻ സാധ്യതയുണ്ട്. എക്കാലത്തും ക്രൈസ്തവ ചിന്താഗതിക്കെതിരെ ക്രൈസ്തവർ തന്നെയാണ്. എക്കാലത്തും വിശ്വാസത്തിനെതിരെ വിശ്വാസികൾ തന്നെയാണ്. എക്കാലത്തും സുവിശേഷത്തിനെതിരെ ഒരിക്കൽ സുവിശേഷം അറിയാമായിരുന്നവർ തന്നെയാണ്. എക്കാലത്തും മാനസാന്തരപ്പെട്ട ദൈവമക്കൾക്കെതിരെ ഒരിക്കൽ മാനസാന്തരം അനുഭവിച്ചവരാണ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവർ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴെല്ലാം പറയാറുള്ളത്, ഇന്നത്തെ എർജൻറ്റ് നെസസിറ്റി, ഇന്നത്തെ അടിയന്തര ആവശ്യം എന്താണ്? മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം. ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു. എന്നാൽ മാനസാന്തരപ്പെട്ട എനിക്ക് 36-ാമത്തെ വയസ്സിൽ വീണ്ടും മാനസാന്തരം ഉണ്ടായി. അത് ഇതിനു മുമ്പ് പരവസരത്തിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. വീണ്ടും ആഴത്തിൽ സമർപ്പണം ഉണ്ടായി. വീണ്ടും ആഴത്തിൽ ശുദ്ധീകരണം കർത്താവ് തന്നു. എൻ്റെ ഹൃദയത്തെ കർത്താവ് ശുദ്ധീകരിച്ചു തന്നു. എൻ്റെ ഹൃദയത്തിൽ എല്ലാ ചിന്തകളിലും, എൻ്റെ മനോരാജ്യങ്ങളിലും, എൻ്റെ വികാരങ്ങളിലും വിചാരങ്ങളിലും, എൻ്റെ ഭാവഹാവാദികളിലും നിറഞ്ഞു നിൽക്കുന്ന പാപത്തിൻ്റെ മലീമസമായ വശങ്ങൾ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറക്കി, പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ മേൽ പ്രവഹിപ്പിച്ച് എന്നെ കഴുകിയെടുത്തു, തീയിൽ കഴുകിയെടുത്തു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തീയിൽ കഴുകിയെടുത്തു. പ്രിയപ്പെട്ടവരെ, തീയിൽ കഴുകപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വചനം തീയാണ്. തീയിൽ കഴുകപ്പെടണം. വചനം ചുറ്റികയാണ്. ഈ ചുറ്റി കൊണ്ട് അടിച്ച് തകർക്കണം. കല്ലിച്ചു പോയ ഹൃദയങ്ങൾ തകരണം. വചനം ചുറ്റികയാണ്. വചനമെന്ന ചുറ്റിയുകൊണ്ട് കല്ലിച്ച ഹൃദയങ്ങളെ തകർക്കും. വചനമെന്ന ചുറ്റിയുകൊണ്ട് കല്ലുപോലെ അങ്ങ് ദൃഢമായി പോയ, കല്ലുപോലെ അങ്ങ് ഹാർഡായിപ്പോയ ഹൃദയങ്ങളെ തകർക്കുകയും പൊട്ടിക്കുകയും ഉടയ്ക്കുകയും ശിഥിലീകരിക്കുകയും ചെയ്യും. ഹൃദയത്തെ ആർദ്രമാക്കും. വചനമാകുന്ന ആ ചുറ്റിയുകൊണ്ട് അനേക ഹൃദയങ്ങളെ തകർത്ത് ഒരിക്കൽ കല്ലുപോലിരുന്ന ഹൃദയങ്ങൾ, ശിലാഹൃദയങ്ങൾ മെഴുകുപോലെ ഉരുകാൻ തുടങ്ങും. വെണ്ണ പോലെ ഉരുകി അലിയാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയം കല്ലിച്ചിരിക്കുന്നുണ്ടോ? വചനം അങ്ങോട്ട് വന്നിട്ട് വചനം ഏശാതിരിക്കുന്നുണ്ടോ? ഹൃദയം കല്ലുപോലിരിക്കുന്നുണ്ടോ? ഹൃദയം മരവിച്ചിരിക്കുന്നുണ്ടോ? ഒരു തഴമ്പിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ? മകനെ, നിന്നോട് പറയട്ടെ, നിൻ്റെ ഹൃദയത്തെ തകർക്കുന്ന വചനം കർത്താവേ, ആ ചുറ്റിയുകൊണ്ട് എൻ്റെ ചങ്കിലേക്ക് നീ അടിക്കണമേ നിങ്ങൾ പറയുക. എൻ്റെ ചങ്കിൽ വന്ന് ആ ചുറ്റി ആഞ്ഞടിക്കണമേ എന്ന് പറയുക. എൻ്റെ കർത്താവേ, ഇന്ന് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉറവ ഒഴുകട്ടെ നിങ്ങൾ പറയുക. എൻ്റെ പാപങ്ങളെ ഓർത്ത് അലറിക്കരയാനുള്ള കൃപ എനിക്ക് തരണമേ നിങ്ങൾ പറയുക. എൻ്റെ പാപങ്ങൾ മാറണമേ കർത്താവേ. എൻ്റെ യഥാർത്ഥ അവസ്ഥ എനിക്കൊന്ന് മനസ്സിലാകണമേ. ഞാൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ ഭാര്യയുടെ കുറ്റം കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ
മക്കളുടെ കുറ്റം കണ്ടുകൊണ്ടിരുന്നു, എൻ്റെ മാതാപിതാക്കളുടെ കുറ്റം കണ്ടുകൊണ്ടിരുന്നു, കൂട്ടായ്മയിലുള്ള ദൈവദാസന്മാരുടെ കുറ്റം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ കുറ്റം ഞാൻ കണ്ടില്ല കർത്താവേ. എനിക്ക് എൻ്റെ പാപം കാണാൻ എനിക്ക് വെളിവുണ്ടായിരുന്നില്ല കർത്താവേ. ഒരു സ്വയനീതി എന്നെ ഭരിച്ചിരുന്നു, ഒരു പരീശൻ എൻ്റെ അകത്ത് വാണിരുന്നു, പരീശ മനോഭാവം എൻ്റെ ഹൃദയത്തിൽ വാണിരുന്നു. ഞാൻ നീതിമാനാണെന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചിരുന്നു. അതാണ് ഏറ്റവും വലിയ കൊടുംപാവമെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ യേശുവിനെ ക്രൂശിച്ചത് പരീശന്മാരാണ്, പ്രകടമായ പാപത്തിന് പോകാത്ത പരീശന്മാർ. അവരുടെ ജീവിതത്തിലെ പാപത്തെ കാണാതെ അവർ നീതിമാന്മാരും ധരിച്ചു പോയ പരീശന്മാർ. അവരാണ് സാക്ഷാൽ ദൈവത്തിനെ ക്രൂശിച്ചത്. എങ്കിൽ നാഥ, ഇന്ന് ഈ നൂറ്റാണ്ടിൽ, ഈ തലമുറയിൽ ഞാനാണ് നിന്നെ ക്രൂശിക്കുന്നത്. കല്ലിച്ച ഹൃദയം, എൻ്റെ ദൈവമേ, എൻ്റെ സ്വന്തം നീതി, എൻ്റെ സ്വന്തം ശരി, എൻ്റെ സ്വന്തം ആത്മീയം, എൻ്റെ സ്വന്തം മാനസാന്തരം, എൻ്റെ സ്വന്തം വചനനിശ്ചയം, എൻ്റെ സ്വന്തം ശുശ്രൂഷ. കർത്താവേ, ഞാൻ ലജ്ജയോടെ പറയട്ടെ, എൻ്റെ സ്വന്തം ആത്മീയ അനുഭവങ്ങൾ, അവയിൽ ഞാൻ പോഴുന്നുകൊണ്ട്, അവയിൽ ഞാൻ പ്രശംസിച്ചുകൊണ്ട് ഞാൻ സത്യമായും അനുതാപം ഇല്ലാത്തവനായി ജീവിച്ചു പോയി, അനുതാപം ഇല്ലാത്തവളായി ജീവിച്ചു പോയി. എൻ്റെ ശുശ്രൂഷ, എൻ്റെ സഭ, എൻ്റെ കൂട്ടായ്മ, എൻ്റെ മനോഭാവം, എൻ്റെ സമുദായം, എൻ്റെ കർത്താവേ, ഇടുങ്ങിയ മനസ്സിൽ ഞാൻ നിന്നുപോയി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം സത്യസഭയാണെന്ന് കാണാൻ കണ്ണില്ലാതെ ഞാൻ പലരെയും തുച്ഛീകരിച്ചു പോയി, പലരെയും ചെറുതായി കണ്ടുപോയി, പലരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരെ ബിലിറ്റിൽ ചെയ്തു പോയി, അവരെ ഞാൻ തുച്ഛീകരിച്ചു പോയി. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പലരെയും വിധിച്ചു പോയി, പലരെയും കുറ്റം ഞാൻ നിരൂപിച്ചു പോയി. എന്നോട് ക്ഷമിക്കണമേ എൻ്റെ ദൈവമേ. അവിടുത്തെ വിശുദ്ധിയുടെ തേജസ്സിന് മുൻപാകെ വരുമ്പോൾ എനിക്കൊന്നും ന്യായം പറയാനില്ല. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുൻപാകെ വരുമ്പോൾ, മഹത്വപൂർണ്ണമായ തേജോമയനായ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ വരുമ്പോൾ എനിക്കൊരു ന്യായവും പറയാനില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു കർത്താവേ. ഞാനിതാ താഴുന്നു, ഞാനിതാ എന്നെ തന്നെ അടിയറ വയ്ക്കുന്നു. നാഥ, ഒരു തകർന്ന പാപിയായി ഞാനിതാ വരുന്നു, തകർന്ന പാപിയായി. ദൈവത്തിന് സ്തോത്രം. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യഹോവയുടെ ഹന്യാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുക്കം തരണമേ കർത്താവേ. എൻ്റെ കല്ലായ ഹൃദയത്തെ ഇന്ന് നീ ഒന്ന് തകർക്കണമേ കർത്താവേ. എന്നെ തന്നെ കാണാൻ എൻ്റെ ദൈവമേ എനിക്കൊരു വെളിവ് തരണമേ കർത്താവേ. ഒരു യഥാർത്ഥ വെളിച്ചം എനിക്ക് തരണമേ, ഒരു സുബോധം എനിക്ക് തരണമേ. എന്നെ തന്നെ കണ്ട് ലജ്ജയോടെ നിൻ്റെ പാദപീഠത്തിൽ വീഴുവാൻ ഈ നിമിഷം മുതൽ എൻ്റെ ദൈവമേ, ഇത്ര മഹാഭാവിയായ എന്നെ നീ സ്നേഹിച്ചല്ലോ എന്നോർത്ത് നിന്നെ സ്തുതിപ്പാൻ ഒരു സ്ക്രിപ്ചറൽ ഹാർട്ട് എനിക്ക് തരണമേ. ഒരു ന്യായപ്രമാണത്തിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. തകർന്ന ഹൃദയം എനിക്ക് തരണമേ. പാപബോധമുള്ള ഹൃദയം എനിക്ക് തരണമേ. കുറ്റബോധമുള്ള മനസ്സാക്ഷി എനിക്ക് തരണമേ. എളിമ എനിക്ക് തരണമേ. ശാന്തത എനിക്ക് തരണമേ. സൗമ്യത എനിക്ക് തരണമേ. താഴ്മ എനിക്ക് തരണമേ. എന്നെ തന്നെ കാണാനുള്ള വെളിവ് എനിക്ക് തരണമേ. സുബോധം തരണമേ. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. ദൈവമക്കളെ, വെളിവ് നിറഞ്ഞ ഈശോയുടെ വെളിവാൽ നിങ്ങളെ തന്നെ നിങ്ങൾ കാണുവീൻ. ക്രിസ്തുവിൻ്റെ വെളിച്ചത്താൽ നിങ്ങളെ തന്നെ കാണുവീൻ. വെളിവിൻ തട്ടിൽ വസിക്കുന്ന പുണ്യനിധിയുടെ അത്ഭുത കൃപയാൽ, അവൻ്റെ അത്ഭുത കാന്തിയാൽ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ കാന്തിയുടെ പ്രസരത്താൽ എൻ്റെ ദൈവമേ, എൻ്റെ അന്ധകാരം മാറ്റണമേ. എൻ്റെ ഹൃദയത്തിന് ഇടുക്കം മാറ്റണമേ. വിശാലതയിലേക്ക് ചിന്തിക്കുവാനും കാണുവാനും നോക്കുവാനുള്ള മനസ്സെനിക്ക് തരണമേ. എൻ്റെ പാപത്തെ ഓർത്ത് അനുഭവിക്കാനുള്ള വിനയം എനിക്ക് തരണമേ. ആര് പ്രാർത്ഥിക്കും? ആര് തങ്ങളെ തന്നെ സമർപ്പിക്കും? ജീവിതം വിശുദ്ധമാകാൻ, ഹൃദയം കഴുകപ്പെടാൻ, ഹൃദയം വിശുദ്ധമാകാൻ, നിഷ്കളങ്ക മനസ്സാക്ഷിയുള്ളവരായി തീരാൻ, മനുഷ്യരോടും ദൈവത്തോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉള്ളവരായി തീരാൻ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ കാണുവീൻ. നിങ്ങളെ വിശുദ്ധീകരിപ്പാൻ ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ വചനം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളത്തെ തൊട്ട്, നിങ്ങളുടെ ഹൃദയത്തെ തട്ടി, നിങ്ങളെ തകർത്ത്, നിങ്ങളെ പൊടിക്കാൻ യേശുക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ അരികത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. ഈ നല്ല സമയം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യേശുവിനോട് പറയുവീൻ, നാഥാ, നിന്റെ തൃക്കരം എൻ്റെ ശിരസിൽ ഇപ്പോൾ വയ്ക്കണമേ. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. നിന്റെ ആണിപ്പാടുള്ള കരം എൻ്റെ ശിരസിൽ വെക്കണമേ. എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയത്തെ നീ കഴുകണമേ. എൻ്റെ തലച്ചോറ് നീ കഴുകണമേ. എൻ്റെ ബോധമണ്ഡലത്തെ കഴുകണമേ. എൻ്റെ ഉപബോധ മനസ്സിനെ കഴുകണമേ. കർത്താവേ, പുതിയ അനുഭവങ്ങൾ എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അൻപുള്ള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട
എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹൃദയം തകർക്കണമേ, നുറുങ്ങിയ ഹൃദയം നൽകണമേ, തകർന്ന മനസ്സ് നൽകണമേ, എല്ലാവരെയും കുറ്റബോധമുള്ളവരാക്കി തീർക്കണമേ. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധീകരിക്കുന്ന കരം, തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കുന്ന കരം ഇപ്പോൾ ഓരോരുത്തരുടെ മേലും വെക്കണമേ. തിരുരക്തത്താലുള്ള വിശുദ്ധി നൽകണമേ, പാപക്കറകൾ കഴുകണമേ, ജീവിതവസ്ത്രം അലക്കി കൊടുക്കണമേ, നീതിൻ വസ്ത്രം പുതപ്പിക്കണമേ, മഹിമാവിൻ നീരാളം ചാർത്തണമേ. തിരുസന്നിധിയിൽ വിശുദ്ധരും വിശ്വസ്തരുമായി നിൽപ്പാൻ കൃപ നൽകണമേ. എപ്പരവട്ടവരെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തി ഒഴുകണമേ. സ്വർഗീയ സമാധാനം ഓരോരുത്തരുടെ ശിരസിലേക്ക് ഒഴുകണമേ. സ്വർഗീയ ശാന്തിയും രോഗസൗഖ്യവും ഓരോരുത്തരുടെ തലമേൽ പകരണമേ. അനുഗ്രഹിച്ചെഴുന്നേൽപ്പിക്കണമേ. മഹത്വം രാജാധിരാജന് മാത്രം. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.